morning, dear students. So I'm again here with the topic Micro, Small and Medium-Sized Enterprises Development Act 2006. So in the last class we have seen about the role of MSME in economic development and also the problems faced by MSME. Okay, and now we are very well known about that, and today we'll see about the MSME Development Act 2006. Don't forget it. ഇത് 1 മാർക്ക് ഉള്ളവരിക്കും ഇത് സാധാരണ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നൊരു ക്വസ്റ്റ്യനാണ് MSME ആക്ട് എപ്പോഴാണ് തുടങ്ങിയത് എന്നുള്ളത്. 2006 ആണെന്നുള്ളത് നമുക്ക് 1 മാർക്ക് നമുക്ക് കിട്ടുന്നൊരു ആൻസറാണ്. പക്ഷേ ഭാഗ്യവശാൽ നിങ്ങൾക്ക് 1 മാർക്ക് ഇല്ല. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തിനാണ് ഈ ആക്ട് എന്നുള്ളത് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് MSME ഡെവലപ്മെൻറ്റ് ആക്ട് 2006 എന്ന് പറയുന്നത്. Under the act, the central government shall set up for the purpose of the act a board known as the National Board for Micro, Small and Medium Enterprises. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ with a view to boost the development of small enterprises in the country, the government of India has enacted എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കൺട്രിയിലെ സ്മോൾ എൻ്റർപ്രൈസസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ആക്ട് എന്നുള്ള രൂപത്തിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് MSME ആക്ട് 2006 എന്ന് പറയുമ്പോൾ. അപ്പോൾ ഒരു ആക്റ്റായിട്ട് ഇത് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, and generally now we will see about the features of MSME Act 2006. അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. This law is enacted with an object of promotion and development and enhancing the competitiveness of MSME. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? മെയിനായിട്ട് സ്മോൾ എൻ്റർപ്രൈസസിൻ്റെ MSMEയുടെ പ്രൊമോഷനും ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആക്റ്റാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ദി ആക്ട് പ്രൊവൈഡ്സ് ഫോർ ഡെഫിനിഷൻ ഓഫ് ദ സ്മോൾ എൻ്റർപ്രൈസ് ആൻഡ് മീഡിയം എൻ്റർപ്രൈസ് വിച്ച് വെർ നോട്ട് സ്റ്റാറ്റ്യൂട്ടറിലി ഡിഫൈൻഡ് ഏർലിയർ. അപ്പോൾ അതിന് സ്റ്റാറ്റ്യൂട്ടറിലി ഇതിനെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാനായിട്ടും കൂടിയാണ് ഈ ആക്ട് എന്താണ് എന്നുള്ളത് തന്നിട്ടുള്ളത്. ദി ആക്ട് പ്രൊവൈഡ്സ് ഫോർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് നാഷണൽ ബോർഡ് for MSME, which is statutory body having high level forum for making policy decisions and programs for development of MSME. അപ്പോൾ ഇത് ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതും എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ്? നമ്മുടെ MSMEയുടെ പോളിസി മേക്കിംഗ് ഡിസിഷൻസിലും അതേപോലെ തന്നെ ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ടുള്ള പോളിസി മേക്കിങ്ങിന് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാനാണ് ദേ ഹാവ് സെറ്റ് അപ്പ് ദി ബോർഡ്. ആൻഡ് ദെൻ ദി ആക്ട് പ്രൊവൈഡ്സ് ഫോർ ക്ലാരിഫിക്കേഷൻ ഓഫ് MSME ഓൺ ദ ബേസിസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി or equipment and establishment of an advisory committee to recommend on related matter. So ഇതിൽ വരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ ഡെഫിനിഷൻ ഓഫ് MSME നമ്മൾ നോക്കിയിരുന്നു. സോ ആ ഡെഫിനിഷൻ എങ്ങനെയാണ് വരുന്നത്? പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ എത്രത്തോളമാണ് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ, ദറ്റ് ഈസ് ഇഫ് ഇറ്റ് ഇസ് എ മൈക്രോ ഇൻഡസ്ട്രി ഓർ ഇഫ് ഇറ്റ് ഇസ് എ സ്മോൾ എൻ്റർപ്രൈസ് ഓർ എൻ മീഡിയം സൈസ്ഡ് എൻ്റർപ്രൈസ് ബേസ്ഡ് ഓൺ ദി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറീനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളത് ഡിഫൈൻ ചെയ്ത് തരുന്നത്. സോ ഏർലിയർ നമ്മുടെ കോൺസെപ്റ്റ് ഓഫ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ഇപ്പോൾ മാറിയിട്ട് എൻ്റർപ്രൈസ് എന്നുള്ള രീതിയിലേക്കാണ് വന്നത്. ഇപ്പോൾ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ടേം ഇല്ല. ഇപ്പോൾ പറയുന്ന ടേം എന്താണെന്നുണ്ടെങ്കിൽ എൻ്റർപ്രൈസസ് എന്നുള്ളതാണ്. എൻ്റർപ്രൈസസ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എൻ്റർപ്രൈസസ് എൻഗേജ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓർ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്. ഓക്കെ, പെർട്ടൈനിങ് ടു എനി ഇൻഡസ്ട്രി. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് മാനുഫാക്ചർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ അത് ഒരു ക്ലാസിഫിക്കേഷൻ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എൻ്റർപ്രൈസസ് എൻഗേജ്ഡ് ഇൻ പ്രൊവൈഡിങ് ഓർ റെൻഡറിങ് ഓഫ് സർവീസസ്. ഒന്നല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്, അതല്ല എന്നുണ്ടെങ്കിൽ സർവീസസ്.
Manufacturing enterprises have been defined in terms of investment in plant and machinery, excluding land and buildings, and further classified into micro enterprises. അപ്പോൾ നമുക്ക് enterprises engaged in പ്രൊവൈഡിങ് റെൻഡറിങ് ഓഫ് സർവീസസും അതേപോലെ തന്നെ മാനുഫാക്ചറിങ് ഓഫ് ഗുഡ്സ് എന്നുള്ള രീതിയിൽ ആദ്യത്തെ 2 ക്ലാസിഫിക്കേഷൻ അവിടെ കഴിഞ്ഞു. ഇനി മാനുഫാക്ചറിങ് എൻ്റർപ്രൈസ് ആണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറീനെ ബേസ് ചെയ്തിട്ടാണ്, എക്സ്ക്ലൂഡിങ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. അപ്പോൾ എന്താണ് മൈക്രോ എൻ്റർപ്രൈസസ് എന്നുള്ളത് നോക്കാം. മൈക്രോ എൻ്റർപ്രൈസസ് മീൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് അപ് ടു 25 lakh. അവർ പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ 25 lakhs ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, 25 lakhന് താഴെ ആയിരിക്കണം. സ്മോൾ എൻ്റർപ്രൈസസ് ആണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എബവ് 25 lakh ആൻഡ് അപ് ടു 5 crore ആണ്. മീഡിയം എൻ്റർപ്രൈസസ് ആണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എബവ് 5 crore ആൻഡ് അപ് ടു 10 crore എന്നുള്ളതാണ്. ദ സർവീസ് എൻ്റർപ്രൈസ് ഹാവ് ബീൻ ഡിഫൈൻഡ്. ഇത് മാനുഫാക്ചറിങ്ങിനാണ്. ഇനി അതേപോലെ തന്നെ സർവീസിനും ഉണ്ട്. പക്ഷേ നമ്മൾ ഇനിഷ്യലി നമ്മൾ ഡെഫിനേഷൻ പഠിച്ചപ്പോൾ സർവീസ് ഇൻഡസ്ട്രി, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ അവിടെ ഇല്ല, അത് മാറ്റിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് പഴയ ടേമിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ പറയുന്നത്. ആൻഡ് ദെൻ ദ സർവീസ് എൻ്റർപ്രൈസ് എന്ന് പറയുന്നത് അവരും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എക്യുപ്മെൻറ്റ്, പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ അവരെത്രത്തോളം അവർ എക്യുപ്മെൻറ്റ്സ് മേടിക്കാനായിട്ട്, എക്സ്ക്ലൂഡിങ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് കേട്ടോ, എത്രയാണ് അവർ അതിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കണേന്ന് നോക്കാം. മൈക്രോ എൻ്റർപ്രൈസ് ആണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അപ് ടു 10 lakh. സ്മോൾ എൻ്റർപ്രൈസ് ആണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എബവ് 10 lakhും അപ് ടു 2 crore ആണ്. മീഡിയം എൻ്റർപ്രൈസ് ആണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എബവ് 2 crore ആൻഡ് അപ് ടു 5 crore ആണ്. The complex 2-stage registration process of SSI has been substituted with an optional filling of memorandum by micro, small and medium enterprises. 2 സ്റ്റേജിലാണ് നമ്മൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സൊക്കെ മുമ്പ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ മെമ്മറാൻഡം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ 2-way പ്രോസസ്സൊക്കെ നമുക്ക് ഒരുവിധം റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, and then the act further empowers central government to notify programs, guidelines or instructions for facilitating the promotion and development and enhancing the competitiveness of small and medium enterprises, which include credit facilities, funds, grants by central government and administration and utilization funds. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്ന, അവരുടെ കോമ്പറ്റേറ്റീവ്നെസ്സിന് വേണ്ടിയിട്ട് കിട്ടുന്ന സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസിന് നൽകുന്ന ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്, ഫണ്ട്സ് ഉണ്ട്, ഗ്രാൻസ് ഉണ്ട്. Okay, and then as the act provides for an improvement in interest on delayed payments to small scale and ancillary industrial undertaking. നമ്മൾ ഗുഡ്സ് സപ്ലൈ ചെയ്യും, നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അവരുടെ ബില്ല് നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് പാസ്സാക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. ചില സമയത്തും ബില്ലിൽ വരുന്ന ഡിലേ ഇൻ പേയ്മെൻറ്റ്സ്, അപ്പോൾ അതൊക്കെ ഒന്നും കൂടിയും നമുക്ക് വേഗത്തിലാക്കാനായിട്ട് ഡിലേ വരുന്ന പേയ്മെൻറ്റിന് ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. The Act provides for composition of Facilitation Council, which shall consist of not less than 3 but not more than 5 members. അപ്പോൾ ഇവിടെയും നമുക്ക് ഇതിൻ്റെ ഫെസിലിറ്റേഷൻ കൗൺസിൽ എന്നുള്ള രൂപത്തിൽ ഫോം ചെയ്യുന്നുണ്ട്. 3 പേരിൽ കുറയാൻ പാടില്ല, 5 പേരിൽ കൂടാനും പാടില്ല. ഓക്കെ, ദി ആക്ട് എസ്റ്റാബ്ലിഷ്ഡ് specific funds for promotion, development and enhancing competitiveness. ഈ ആക്ട് നമുക്ക് സ്പെസിഫിക് ഫണ്ടുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പ്രൊമോഷണലിന് വേണ്ടിയിട്ടും ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും എൻഹാൻസ്മെൻറ്റിന് വേണ്ടിയിട്ടും. ദി ആക്ട് മെയ്ഡ് നോട്ടിഫിക്കേഷൻ ഓഫ് സ്കീംസ് ആൻഡ് പ്രോഗ്രാംസ് ഫോർ ദിസ് പർപ്പസ്. അപ്പോൾ ഓരോ പ്രാവശ്യം എന്താണ് MSME ആക്ടിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, വാട്ട് ആർ ദെയർ പോളിസീസ്, വാട്ട് ആർ ദെയർ ഗോയിങ് ടു ഡു എന്നുള്ള കാര്യങ്ങളടക്കം നമുക്കതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ട്രസ്റ്റ് സ്കീം ഫോർ MSME ആണ്. CGTMSC എന്നാണ് ഷോർട്ടായിട്ട് നമ്മളിതിനെ പറയുന്നത്. ഓഫ് ഓൾ ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ MSC, മൈക്രോ സ്മോൾ എൻ്റർപ്രൈസസ് ഫേസ് ചെയ്യുന്ന ഓരോ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റീസണബിൾ ഇൻട്രസ്റ്റ് റേറ്റോട് കൂടിയിട്ട് തരുന്നതാണിത്.
One of the major causes for low availability of bank finance എന്ന് പറയുന്നത് high risk perception of the banks in lending MSE. ഇപ്പം നമുക്ക് that is ബാങ്ക്സിനൊക്കെ ഏറ്റവും കൂടുതൽ ഹയർ റിസ്ക് ആണ് മൈക്രോ സ്മോൾ ഇൻഡസ്ട്രീസ് നടത്തുന്ന ആൾക്കാർക്ക് ലോൺ കൊടുക്കുക എന്ന് പറയുന്നത്. സോ ദേ ആർ നോട്ട് എക്സ്പെക്റ്റിംഗ് എനിത്തിങ്. അപ്പോൾ നമുക്ക് എന്താവും എങ്ങനെയായിരിക്കും സിറ്റുവേഷൻ ഒന്നും നമുക്ക് അറിയാത്ത ഒരു സംഭവമാണ്. അപ്പോൾ എങ്ങനെയാണ് എന്ത് വിശ്വസിച്ചിട്ടാണ് ഇവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ദ പ്രോബ്ലം ഈസ് മോർ സീരിയസ് ഫോർ മൈക്രോ എൻ്റർപ്രൈസസ്. മെയിനായിട്ട് ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ലോൺ കൊടുക്കുന്നത് അല്ലെങ്കിൽ പൈസ കൊടുക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? കൊലാട്രൽ സെക്യൂരിറ്റീസ് വിച്ച് ആർ നോട്ട് ഈസിലി അവൈലബിൾ വിത്ത് ദീസ് എൻ്റർപ്രൈസസ്. കൊലാട്രൽ സെക്യൂരിറ്റീസിനെ ബേസ് ചെയ്തിട്ടാണ് അവർ കൊടുക്കുന്നത് ലോൺ മുഴുവനും. പക്ഷേ അത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവർക്ക് ലോണും പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ലോൺ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവർക്ക് മുന്നോട്ട് പോകാനും പറ്റുന്നില്ല. ദ പ്രോബ്ലം എന്ന് പറയുന്നത് കുറച്ചും കൂടി മൈക്രോ എൻ്റർപ്രൈസസിനെ റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി സീരിയസ് ഇഷ്യൂ തന്നെയാണ്. ഓക്കെ, സോ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുക? സ്മോൾ ലോൺസ് ആൻഡ് ദ ഫസ്റ്റ് ജനറേഷൻ ഓൺടർപ്രണേഴ്സും അതേപോലെ തന്നെ MSMEയിലുള്ള മൈക്രോ എൻ്റർപ്രൈസസ് ആണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. So to overcome this problem, Ministry of MSME, Government of India launched credit guarantee scheme. സോ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉള്ള കാരണം ഇവർക്ക് കൊളാട്രൽ സെക്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ടും ഇവർക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടും മിനിസ്ട്രി ഓഫ് MSME ആണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം എന്ന് പറയുന്നത് CGS. So as to strengthen credit delivery system and facilitate flow of credit to the MSE sector. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് സിഡ്ബി ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ സിഡ്ബിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ഐ ഹോപ്പ് യു വിൽ റിമെമ്പർ ദാറ്റ്. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് CGT MSE എന്നുള്ളത് നോക്കാം. CGT MSE എന്ന് പറയുന്ന ഗ്യാരണ്ടി ഫണ്ട് ട്രസ്റ്റ് ഫോർ മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസ് ഈസ് എ ട്രസ്റ്റ് ലോഞ്ച്ഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് MSME, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് സിഡ്ബി. അവർ രണ്ടുപേരും കൂടിയിട്ട് തുടങ്ങിയിട്ടുള്ളതാണ് എന്ത് CGT MSE എന്ന് പറയുന്നത്. ഈ സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ളത് August 30th 2000 ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ടു എൻകറേജ് ഓൺടർപ്രണേഴ്സ് ടു ടേക്ക് കൊളാട്രൽ ഫ്രീ ലോൺസ് ഫോർ സ്റ്റാർട്ടിംഗ് ബിസിനസ്സസ് വിത്തൗട്ട് ദ ഫിയർ ഓഫ് ഡിഫോൾട്ടിങ്. കൊളാട്രൽ സെക്യൂരിറ്റീസിനെ കുറിച്ച് നമുക്ക് പേടിക്കാതെ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സ്കീമാണ് CGT MSE എന്ന് പറയുന്ന സ്കീം. The corpus of CGT MSE is being contributed by the Government of India and SIDBI in the ratio of 4:1. ആ റേഷ്യോയിലാണ് അത് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ എലിജിബിൾ ക്രെഡിറ്റ് ഫെസിലിറ്റി അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഗ്യാരണ്ടി കവർ എന്താണെന്നുള്ളത് നോക്കാം. അതിൽ 5 കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന്, ദ ട്രസ്റ്റ് പ്രൊവൈഡ്സ് ഗ്യാരണ്ടി കവർ ഓഫ് 85% of the amount of loans for loans up to 5 lakhs given to micro enterprises. അതായത് റീപേയ്മെൻറ്റ് ഗ്യാരണ്ടി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 85% ഓഫ് ദി എമൗണ്ട് ഓഫ് ലോൺസ് എടുത്തിരിക്കുന്ന ലോൺസിൻ്റെ 85%, അങ്ങനെ മാക്സിമം 5 lakhs വരെയും മൈക്രോ എൻ്റർപ്രൈസസിന് കൊടുത്തിട്ടുള്ള ലോണുകളാണ് ഇവർ ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 85% എന്ന് പറയുമ്പോൾ നിസ്സാര പെർസെൻറ്റേജ് അല്ല. അപ്പോൾ നമുക്ക് അത്രയും സെക്യൂരിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് ഗ്യാരണ്ടി അപ് ടു 80% ഓഫ് ദി എമൗണ്ട് ഓഫ് ലോൺ ഫോർ ലോൺസ് അപ് ടു 50 lakhs given to women entrepreneurs and units located in North East region including Sikkim. മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് അവിടെ വരുന്ന മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് 40 lakhs ആണ്. ഓക്കെ, അപ്പോൾ 80% ഓഫ് ദി എമൗണ്ടും ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 50 lakhs ആണ്. അത് ആർക്കാണെന്നുണ്ടെങ്കിൽ വിമൻ ഓൺടർപ്രണേഴ്സ് ആണ്. അപ്പോൾ വിമൻ ഓൺടർപ്രണറിനാണ് ഏറ്റവും കൂടുതൽ അവർ സപ്പോർട്ട് ചെയ്യുന്നത്. ബിക്കോസ് ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ വിമൻ എന്ന എല്ലാ ഫീൽഡിലേക്കും വന്നു തുടങ്ങി.
അപ്പോൾ അത് ഒന്നും കൂടി എൻകറേജ് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനും ബിസിനസ് സ്ഥാപനങ്ങൾ വിമൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻകറേജ്മെൻറ്റിന് വേണ്ടിയിട്ടും കൂടിയാണ്. അവർക്കാണ് ഏറ്റവും കൂടുതൽ കൊളാട്രൽ സെക്യൂരിറ്റി വളരെ കുറവായിട്ടുള്ളത്. അവരുടെ പേരിൽ അസറ്റ്സും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിനെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് തന്നെയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ്സ് ഗ്യാരണ്ടി കവർ ഓഫ് 75% ഓഫ് ദ ലോൺ എമൗണ്ട് ഫോർ ലോൺസ് അപ് ടു 50 lakhs ഗിവൺ ടു ഓൾ അതർ കാറ്റഗറി ഓഫ് ബോറോവേഴ്സ്. ബാക്കി ഏത് കാറ്റഗറിയിൽ വരുന്ന ബോറോവേഴ്സിനും 75% ഓഫ് ദ ലോൺ എമൗണ്ടും അവർ ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡ്സ് എ ക്രെഡിറ്റ് ഗ്യാരണ്ടി കവർ ഓഫ് 50% of the amount of the loan for loans above 50 lakhs and up to 200 lakhs. And then ഇനി ഗ്യാരണ്ടി കവർ പ്രൊവൈഡ് ചെയ്യുന്നത് 50% of the amount of loan for loans above 10 lakhs and up to 100 lakhs given to MSI റീറ്റെയിൽ ട്രേഡിന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്കൊരു 2 mark ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം, എന്താണ് CGT MSc എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെ എൻ്റർപ്രൈസസ് ആണ് ക്യാൻ അവെയിൽ CGT MSc ഫണ്ട്, ഏത് ടൈപ്പ് ഓഫ് എൻ്റർപ്രൈസസിനാണ് നമുക്കിത് അവെയിൽ ചെയ്യാനായിട്ട് സാധിക്കും, ഈ ലോണുകൾ മേടിച്ചെടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ന്യൂ ആസ് വെൽ ആസ് എക്സിസ്റ്റിംഗ് MSME who are engaged in the process of manufacturing activity, service activity. അപ്പോൾ ഏത് പുതിയ ഓൺടർപ്രണേഴ്സ് ആയാലും ഇനി എക്സിസ്റ്റിംഗ് ഓൺടർപ്രണേഴ്സ് ആയാലും MSME ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് മാനുഫാക്ചറിങ് ആക്ടിവിറ്റി ആയാലും സർവീസ് ആക്ടിവിറ്റി ആയാലും ഇവർക്ക് ലോൺ അവെയിൽ ചെയ്യാവുന്നതാണ്. ഇതിൽ എക്സെപ്റ്റ് എന്ന് പറയുന്നൊരു കാറ്റഗറി വരുന്നുണ്ട്. ഒന്ന് റീറ്റെയിൽ ട്രേഡ്, ട്രേഡിംഗ് ബിസിനസ്സായിട്ട് നടത്തുന്ന റീറ്റെയിൽ ട്രേഡേഴ്സിനും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിനും ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും മാത്രമാണ് ഇത് നൽകാത്തത്. ബാക്കി എല്ലാവർക്കും ഇതിൽ ലോണിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഗ്യാരണ്ടി കവർ CGT MSc പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ എലിജിബിൾ ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. Scheduled commercial banks which may be either public or private sector or a foreign bank. NABARD has classified some regional rural banks under the sustainable viable category. അതിൽ വരുന്ന these banks can act as eligible bankers. ഇനി 133 eligible lending institutions ഉണ്ട്. അതിൽ 26 പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഉണ്ട്, 21 പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ വരുന്നുണ്ട്. And then 73 regional rural banks ഉണ്ട്, 4 foreign banks ഉണ്ട്, Delhi Financial Corporation ഉണ്ട്, Kerala Financial Corporation ഉണ്ട്, Jammu and Kashmir Finance Corporation Limited, Exim Bank of India, the Tamil Nadu Industrial Investment Corporation, National Small Industries Corporation NSIC, North Eastern Development Finance Corporation NEDFI, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SIDBI എന്ന് പറയുന്ന ഇവരൊക്കെ ഇതിൽ നമുക്ക് ലോണുകൾ തരാനായിട്ട് ഉള്ള ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഓക്കെ, ഇനി ടെന്യർ ഓഫ് ഗ്യാരണ്ടി, എത്ര വർഷത്തേക്കാണ് ഈ ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. The guarantee covers under the scheme is for the agreed tenure of the term loan composite credit. In case of working capital, the guarantee cover is of 5 years or block of 5 years. 5 വർഷത്തേക്കാണ് ഗ്യാരണ്ടി കവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനിടയിൽ നമ്മൾ തിരിച്ചടവ് വന്നില്ല എന്നുണ്ടെങ്കിലും അതിനുള്ള സെക്യൂരിറ്റി ആണ് CGT MSc പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഹൗ ക്യാൻ വൺ ഓപ്റ്റ് ഫോർ ദിസ് സ്കീം? അപ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഈ CGT MSc അവെയിൽ ചെയ്യാനായിട്ട് എങ്ങനെയാണ് ഈ സ്കീമിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. First and foremost step to avail this scheme is to prepare a proper business plan. കൃത്യമായിട്ടുള്ള ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടായിരിക്കണം. ഫിനാൻഷ്യൽ ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൽ കൊടുക്കണം. ബിസിനസ് മോഡൽ ഷുഡ് ബി സച്ച് ദാറ്റ് ഇറ്റ് എക്സ്പ്ലെയിൻസ് ഔട്ട് ദി വയബിലിറ്റി ഓഫ് ദി പ്രൊജക്റ്റ്. അപ്പോൾ ഒരു പ്രൊജക്റ്റിൻ്റെ കോപ്പിയാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്.
ഈ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്, പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ള എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. വാട്ട് യു ആർ ഗോയിങ് ടു മാനുഫാക്ചർ, വാട്ട് ആർ ദ റോ മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ ദി മേക്കിംഗ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പ്രോഡക്റ്റ്, അതേപോലെ തന്നെ ഹൗ മെനി വർക്കേഴ്സ് ആർ ഇൻവോൾവ് ഇൻ ദി ഇൻഡസ്ട്രി ഓർ എൻ്റർപ്രൈസ് എന്നുള്ളത്, ആൻഡ് ഫ്രം വേർ യു ആർ ഗോയിങ് ടു പ്രൊക്യൂർ ദി റോ മെറ്റീരിയൽസ്, ആൻഡ് വാട്ട് ആർ ദ plant and machinery required, and what will be your financial capital, ടോട്ടലായിട്ട് നമുക്ക് വരാൻ പോകുന്ന എമൗണ്ട് റിക്വയർഡ് എന്നുള്ളത്, അതേപോലെ തന്നെ വിത്തിൻ ഹൗ മെനി ഇയേഴ്സ് ആണ് യു ആർ ഗോയിങ് ടു ഗെറ്റ് ദി റിട്ടേൺസ് എന്നുള്ള കാൽക്കുലേഷനും അങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. സോ ബേസ്ഡ് ഓൺ ദി വയബിലിറ്റി ആണ് നമുക്ക് ഇതിൻ്റെ ഈ ലോൺ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ആഫ്റ്റർ ദ ബിസിനസ് മോഡൽ ഈസ് കൺസ്ട്രക്റ്റഡ്, the decision regarding which lender bank to approach is to be taken. Once that is done, the application along with the business model is to be submitted to the bank. അപ്പോൾ നമ്മുടെ ബിസിനസ് മോഡൽ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ അവർക്ക് കുഴപ്പമില്ല എന്ന് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ബിസിനസ് മോഡലും അതിനോടൊപ്പം നമുക്ക് ബാങ്കിൽ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. The bank will check and verify all the details of the application and the model of the project so submitted. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷനും അതേപോലെ തന്നെ ബിസിനസ് മോഡൽ, അതായത് പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസും അത് രണ്ടും കൂടി നോക്കിയിട്ട് അവർ ബാക്കിയുള്ള കാര്യം ആഫ്റ്റർ വെരിഫിക്കേഷൻ ദ ബാങ്ക് വിൽ ഫർദർ സെൻഡ് ദി ആപ്ലിക്കേഷൻ ടു ദി CGFT MSc fund where the application will be scrutinized again. അപ്പോൾ ബാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അനാലിസിസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഒരു ഇവാലുവേഷൻ കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മുടെ CGT MScയിലേക്ക് ഫോർവേഡ് ചെയ്യും. അവിടെ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരത് ഡീറ്റെയിൽ ആയിട്ട് സ്ക്രൂട്ടനൈസ് ചെയ്യും. ഇഫ് ഇറ്റ് ഈസ് അപ്രൂവ്ഡ് ദ ഫണ്ട് വിൽ ഇൻസ്ട്രക്ട് ദ ബാങ്ക് ടു റിലീസ് ഫണ്ട്സ് ഫോർ ദി ബിസിനസ്. അപ്പോൾ അവിടെ നിന്ന് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നെസസറി ബാങ്കിലേക്ക് അവർ ഇൻറ്റിമേറ്റ് ചെയ്യും ഫണ്ട് റിലീസ് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ വരുന്നത്, നമ്മുടെ CGFT MScയിൽ വരുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? കൊലാട്രൽ സെക്യൂരിറ്റി ഇല്ലാതെ തന്നെ ലോണുകൾ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു, ദാറ്റ് ഈസ് എനി ഹൗ എങ്ങനെ പോയാലും ദേ ആർ പ്രൊമോട്ടിങ് ദ ഓൺട്രപ്രണേഴ്സ്, എങ്ങനെ പോയാലും അവരെ കാര്യങ്ങളൊന്ന് രക്ഷപ്പെട്ട് വരട്ടെ എന്നുള്ള ഒരു കാര്യമാണ് അവരിതിലൂടെ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആണ്. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഞാൻ ഓരോ ക്ലാസ്സുകളും കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് സെറ്റപ്പ് ചെയ്യുക, ഇൻഡസ്ട്രിയൽ ഏരിയ സെറ്റപ്പ് ചെയ്യുക. നിങ്ങൾ കേട്ടിട്ടുണ്ട്, നമ്മളെ ശരിക്കും പറഞ്ഞാൽ റെസിഡൻഷ്യൽ ഏരിയ, ഇൻഡസ്ട്രിയൽ ഏരിയ എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഇൻ ഇൻഡസ്ട്രിയൽ ഏരിയ വി ആർ നോട്ട് സപ്പോസ് ടു ഡെവലപ്പ് എ ഹൗസ് ദെയർ. നമുക്കൊരു വീട് വയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നമുക്ക് വീട് വയ്ക്കാനുള്ള പെർമിഷൻ ഇല്ല. കാരണം ഇൻഡസ്ട്രിയൽ ഏരിയ എന്ന് പറയുമ്പോൾ തന്നെ പൊല്യൂഷൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലായിരിക്കും. സോ അവിടെ ഇറ്റ് ഈസ് നോട്ട് അഡ്വൈസബിൾ ഫോർ ദി പേഴ്സൺസ് ടു സ്റ്റേ ദെയർ. അപ്പോൾ അത് കാരണം പരമാവധി അവിടെ നമുക്ക് എന്താ പറയുക, ഒരു റെസിഡൻഷ്യൽ പേർപ്പസിന് അവിടെ പെർമിഷൻ പ്രൊവൈഡ് ചെയ്യാറില്ല. ഇൻഡസ്ട്രിയൽ ഏരിയ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയൽ സെറ്റപ്പ് എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുള്ള ഒരു പ്ലേസാണ്. സോ ആൻഡ് ദർ ഈസ് ഓൾസോ എ പ്ലേസ് കോൾഡ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് സാധാരണ ഔട്ട്സ്കേർട്സ് ഓഫ് ദി സിറ്റി നോക്കിയിട്ടാണ് ഗവൺമെൻറ് അവർ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുക. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ലാൻഡാണ് അത്. സോ ദേ വിൽ ഡിക്ലെയർ ഇറ്റ് ആസ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. അവിടെ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അവിടെ വന്ന് അവർക്ക് ഇഷ്ടമുള്ള പ്ലോട്ട് സെലക്ട് ചെയ്യാം. അവർക്ക് ആവശ്യമായിട്ടുള്ള കോമൺ ഫെസിലിറ്റീസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കോമൺ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് ആവശ്യമായിട്ടുള്ള റോഡ് ട്രാൻസ്പോർട്ടേഷൻ, അതേപോലെ തന്നെ നമുക്ക് പവർ കണക്ഷൻ, വാട്ടർ സപ്ലൈ, ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്ന ബേസിക്കായിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ എവിടെയും കിടന്ന് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് സെറ്റപ്പ് ചെയ്യുന്നതാണ്. പക്ഷേ പ്രൈവറ്റ് ഗ്രൂപ്പും ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് സെറ്റപ്പ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ടാറ്റ എന്ന് പറയുന്ന ഗ്രൂപ്പൊക്കെ അവരും പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ സെറ്റപ്പ് ചെയ്യാറുണ്ട്. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ദ ബേസിക്
common facilities will be provided. So infrastructures will be provided, industrial shed will be provided. ഇതൊക്കെ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിനെക്കുറിച്ചൊന്നും വറി ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇയേഴ്സ്, ദാറ്റ് ഈസ് 25 years 10 years നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലീസിന് എടുക്കാവുന്നതാണ്. ഓക്കെ, സോ നൗ വി വിൽ സി അബൌട്ട് വാട്ട് ഈസ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. A major challenge in the development of MSME units is their inability to arrange land, power, transport, etc. ഈ MSME യൂണിറ്റ്സിന് ആവശ്യമായിട്ടുള്ള ലാൻഡ്, അവർക്ക് ആവശ്യമായിട്ടുള്ള പവർ കണക്ഷൻ, അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി, വാട്ടർ ഫെസിലിറ്റി, ഡ്രെയിനേജ് ഫെസിലിറ്റി എന്നിങ്ങനെ ആവശ്യമായിട്ടുള്ള കോമൺ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാനാണ് ബുദ്ധിമുട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരു ഇൻഡസ്ട്രി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും, അവിടെ അടുത്ത പരിസരത്തുള്ള എല്ലാ ആൾക്കാർക്കും അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും. ചിലപ്പോൾ നോയ്സ് ആയിരിക്കാം, ചിലപ്പോൾ അവിടെ നിന്ന് വരുന്ന സ്മോക്ക് ആയിരിക്കാം, എയർ പൊല്യൂഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നോയ്സ് ആണെന്നുണ്ടെങ്കിൽ നോയ്സ് പൊല്യൂഷൻ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ 24 hours വർക്ക് വരുമ്പോൾ അവിടെ ഒരു ഓട്ടോമാറ്റിക്കലി ഒരു ചെറിയൊരു ഡിസ്റ്റർബൻസ്, ഒരു പീസ്ഫുൾനെസ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും. ഇതൊക്കെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ എത്ര പ്രയാസമാണ് ആൾക്കാർക്ക്. ഓക്കെ, അപ്പോൾ അത് ഒരു മേജർ ചാലഞ്ച് തന്നെയാണ്. ദ ആബ്സെൻസ് ഓഫ് സച്ച് ഫെസിലിറ്റീസ് എഫക്റ്റ് ദ ലൊക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് MSME. അപ്പോൾ ഇങ്ങനൊരു ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ അത് കാര്യമായിട്ട് തന്നെ MSME സെക്ടറിനെ എഫക്റ്റ് ചെയ്യും. സോ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ദിസ് ഡിഫിക്കൽട്ടി ഡിസ്കറേജസ് മെനി ഓഫ് ദി ഓൺടർപ്രനേഴ്സ് ഇൻ ടേക്കിംഗ് അപ്പ് ദി എൻ്റർപ്രൈസസ് ഓഫ് ദെയർ ഓൺ. അവർ വിചാരിച്ച സ്ഥലത്ത് വിചാരിച്ച റേറ്റിന് അവർക്ക് ലാൻഡ് അക്വയർ ചെയ്യാൻ സാധിക്കുന്നില്ല. അതേപോലെ തന്നെ അവർക്ക് ഒരു ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി അവിടെ ഇല്ല. ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി പീപ്പിൾ വിൽ ബി ഡിസ്കറേജ്ഡ് ആൻഡ് ദേ വിൽ നോട്ട് ബി വില്ലിംഗ് ടു സെറ്റ് അപ്പ് ദി എൻ്റർപ്രൈസ്. അപ്പോൾ അവർ അതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്യുക. സോ ദിസ് ഈസ് ബിക്കോസ് ഇറ്റ് കോസ്റ്റ് എ ലോട്ട് ടു ബൈ ലാൻഡ് ആൻഡ് കൺസ്ട്രക്ട് ബിൽഡിങ്സ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ പൊന്നുവില കൊടുത്തിട്ടായിരിക്കും ലാൻഡ് മേടിക്കേണ്ടി വരിക. അതുമാത്രമല്ല, അവിടെ ഒരു ബിൽഡിങ്ങും പണിത് ഉയർത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവസാനിക്കും. സോ നമ്മൾ പലരുടെ കയ്യിൽ നിന്നും കടം മേടിച്ചിട്ടും ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും ഒക്കെ ലോൺ എടുത്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും. അങ്ങനെ കുറച്ച് എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ടാവുള്ളൂ. അത് മുഴുവനും ലാൻഡിനും ബിൽഡിങ്ങിനും നമ്മൾ ചിലവാക്കി കഴിഞ്ഞാൽ ഇനിയും ബാക്കി എത്ര കാര്യങ്ങളുണ്ട്, അതിന് നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നത് കൊണ്ടാണ് ഈവൻ ഇഫ് ആൻ ഓൺടർപ്രണർ ഇസ് പ്രിപ്പയർഡ് ടു മേക്ക് ദിസ് ഇൻവെസ്റ്റ്മെൻറ്റ് എ കൺവീനിയൻറ്റ് ലൊക്കേഷൻ ഫ്രം ദ പോയിൻ്റ് ഓഫ് വ്യൂ ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് മേ നോട്ട് ബി അവൈലബിൾ. അത്രയും സഹിച്ചിട്ട് ഈ വ്യക്തി ഒരു ബിസിനസ് തുടങ്ങാൻ വിചാരിച്ചാലും അവിടെ വരുന്ന അടുത്ത കുറവുകൾ എന്താണ്? പ്രൊഡക്ഷനും മാർക്കറ്റിങ്ങും ചിലപ്പോൾ ആ പ്ലേസിൽ പറ്റിയെന്ന് വരില്ല. ഫർദർ, facilities like power, water and transport are essential, but these also may pose a problem. Factories have also to conform to relevant laws and rules in respect of accommodation, lighting, ventilation, washing and bathing facilities and pollution control facilities. അപ്പോൾ ഈ പറയുന്ന എല്ലാ ഫെസിലിറ്റീസും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റേതായ ഫാക്ടറീസൊക്കെ എന്ന് പറയുമ്പോൾ പ്രോപ്പർ ലൈറ്റിംഗ് വേണം, പ്രോപ്പർ വെൻറ്റിലേറ്റിംഗ് വേണം. അതല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ ഫർണേഴ്സും ബോയിലേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്ന ഫാക്ടറീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ പ്രോപ്പർ ലൈറ്റിംഗ് വെൻറ്റിലേഷനൊക്കെ വേണം. ബിൽഡിങ്ങിനകത്ത് അധികം ചൂടും കാര്യങ്ങളൊന്നും പാടില്ല. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. With a view to encouraging entrepreneurs to set up small industries and to expand existing units, a program for the establishment of industrial estates was started in the year 1955. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനും ഓൺടർപ്രണേഴ്സിനെ എൻകറേജ് ചെയ്യാനും അവർക്ക് ആവശ്യമായിട്ടുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്യാനും ഇനി ഇഫ് ദേ ആർ പ്ലാനിങ് ഫോർ ദി എക്സ്പാൻഷൻ എന്നുണ്ടെങ്കിൽ അവർ എക്സിസ്റ്റിംഗ് യൂണിറ്റിന് എക്സ്പാൻഷനെ കുറിച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിലും അതിനുള്ള സ്പേസും പ്രൊവൈഡ് ചെയ്യാവുന്ന രീതിയിലാണ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1955-ലാണ്. ഓക്കെ, ദ ടേം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഇസ് കോൾഡ് ബൈ ഡിഫറെൻറ്റ് നെയിംസ്. പല പേരിലും നമുക്കിതിനെ കേൾക്കാം. ഇൻഡസ്ട്രിയൽ പാർക്ക്, ഇൻഡസ്ട്രിയൽ സോൺ, ഇൻഡസ്ട്രിയൽ റീജിയൻ, ഇൻഡസ്ട്രിയൽ സിറ്റി,
ഇൻഡസ്ട്രിയൽ ഏരിയ, ഇൻഡസ്ട്രിയൽ ടൗൺഷിപ്പ്, ഇങ്ങനെ പല പേരുകളാണ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ വിൽ സി ദ ഡെഫിനിഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതേപോലെ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സും ടൈപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് 4 മാർക്സിൽ ചോദിക്കാനുള്ള സാധ്യതകളുമുണ്ട്. According to Dr. P.Z. Alexander, an industrial estate is a group of factories constructed on an economic scale in suitable sites with facilities of water, transport, electricity, steam, banks, post office, canteen, watch and ward and first aid provided with special arrangements for the technical guidance and common service facilities. ഈ ഒരൊറ്റ ഡെഫിനിഷനിലുണ്ട് എല്ലാ കാര്യങ്ങളും. ഡോക്ടർ P.Z. അലക്സാണ്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനെ കുറിച്ചിട്ടുള്ള ബ്യൂട്ടിഫുൾ ഡെഫിനിഷനാണ്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നോക്കിയാൽ നിങ്ങൾ, ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഫാക്ടറീസ് ആണ്. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ഫാക്ടറീസ് കൺസ്ട്രക്റ്റഡ് ഓൺ എക്കണോമിക് സ്കെയിൽ. അപ്പോൾ ഇത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് ഹൈ കോസ്റ്റ് കാര്യങ്ങളൊന്നുമല്ല, എക്കണോമി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇൻ സൂട്ടബിൾ സൈറ്റ്സ്, പല സൈറ്റുകളിലും അവരിത് ചെയ്തിട്ടുണ്ട്. സോ ആർക്കാണോ എവിടെയാണോ ഏത് സൈറ്റാണോ ഇഷ്ടപ്പെടുന്നത് അത് അവർക്ക് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ കൊടുക്കുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്? വാട്ടർ, ട്രാൻസ്പോർട്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട്, സ്റ്റീം ഉണ്ട്, ബാങ്കുകളുണ്ട്, പോസ്റ്റ് ഓഫീസ് ഉണ്ട്, കൻറ്റീൻ ഉണ്ട്, വാച്ച്മാൻ സെക്യൂരിറ്റിയും കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഫസ്റ്റ് എയ്ഡും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ വിത്ത് സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് ഫോർ ടെക്നിക്കൽ ഗൈഡൻസ്. ഇനി ഏതെങ്കിലും രീതിയിൽ നമുക്ക് ടെക്നിക്കൽ ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അറേഞ്ച്മെൻറ്റും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കോമൺ സർവീസ് ഫെസിലിറ്റീസ്, നമ്മുടെ മിഷനറീസോ ടെക്നോളജിക്കോ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആൾക്കാരും അവിടെ ഉണ്ടായിരിക്കും. സോ കോമൺ ആയിട്ട് നമുക്ക് ഒന്നിനും പുറത്ത് പോകേണ്ട ആവശ്യമില്ല. ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ അതിനകത്തുണ്ട്, പോസ്റ്റ് ഓഫീസ് ഉണ്ട്, നമുക്ക് അതിനകത്ത് ക്യാൻറ്റീൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, 24 hours സെക്യൂരിറ്റി ഗാർഡ് അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ തരത്തിലും നമുക്ക് എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡെഫിനേഷൻ വായിച്ചു കഴിഞ്ഞാൽ ഇതിലെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി വേറെ 1-2 ഡെഫിനേഷൻസും കൂടി ഉണ്ട്. മക്കൾക്ക് ഏതാണോ പഠിക്കാൻ സൗകര്യം എന്നുണ്ടെങ്കിൽ അത് പഠിക്കാം. ഡെഫിനേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഓരോ ഭാഗം എടുത്ത് പോകുമ്പോഴും ഞാൻ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്ത് വയ്ക്കുക, ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നൗ വി വിൽ സി വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്നുള്ളത് നോക്കാം. ടു പ്രൊവൈഡ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് അക്കോമഡേഷൻ ഫെസിലിറ്റീസ് ടു ദി entrepreneur, to encourage the development of small-scale industries, to decentralize industries to the rural and backward areas, to encourage acceleration in surroundings of major industrial units, to develop entrepreneurship by creating a congenial climate to run the industries in these estates, area and townships. അപ്പോൾ നോർമലി ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അക്കോമഡേഷൻ, കോമൺ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം. അതേപോലെ തന്നെ സ്മോൾ ഇൻഡസ്ട്രീസ് ആൾക്കാർക്ക് എൻകറേജ് ചെയ്യാനായിട്ടുള്ള ഡെവലപ്മെൻറ്റിനായിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ ഓരോ സ്റ്റേറ്റിൻ്റെയും കാര്യങ്ങൾ ദാറ്റ് ഈസ് ഡീസെൻട്രലൈസ് ചെയ്ത് urban ഏരിയയിൽ നിന്ന് റൂറൽ ഏരിയാസും അതേപോലെ ബാക്ക്വേർഡ് ഏരിയാസും ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് ആണ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. And now we will see what are the types of industrial estate എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇതിൽ വരുന്നത് ഒരു 6 types ആണ് വരുന്നത്. 6 types എന്ന് പറയുമ്പോൾ general purpose or composite industrial estates, first one. Second one, special purpose industrial estates. Third one, auxiliary industrial estates. And fourth one, functional industrial estate. And fifth one, workshop bay. And sixth one is flatted factory estate. നമുക്ക് അഡ്വാൻറ്റേജസും അല്ലെങ്കിൽ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റോട് കൂടിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ദിസ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് പ്രൊവൈഡ്സ് അക്കോമഡേഷൻ ടു ഓൾ ടൈപ്സ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ്. അതേപോലെ തന്നെ വൈഡ് വെറൈറ്റി ആൻഡ് റേഞ്ച് ഓഫ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്പെഷ്യൽ പർപ്പസ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ, ദാറ്റ് ഈസ് ടെക്നിക്കലി ക്വാളിഫൈഡ് പേഴ്സൺ, ക്രാഫ്റ്റ്മെൻ, ആർട്ടിസൻസ് അവർക്ക് വേണ്ടിയിട്ടുള്ളത്.
അതേപോലെ തന്നെ ആക്സിലറി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് ഉണ്ട്. ആക്സിലറി യൂണിറ്റ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ലാർജ് ഇൻഡസ്ട്രീസിനെ ഇൻപുട്ടായിട്ട് സപ്ലൈ ചെയ്യുന്ന യൂണിറ്റ്സിനെയാണ് ആക്സിലറി യൂണിറ്റ്സ് എന്ന് പറയുന്നത്. സോ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളുണ്ട്. അതേപോലെ തന്നെ ഫങ്ഷണൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് അത് വരുന്നത് ലെതർ ഗുഡ്സിനും ഇലക്ട്രോണിക് ഗുഡ്സിനും സ്പോർട്സ് ഗുഡ്സിനും ഫുഡ് പ്രിസർവേഷനും സെറാമിക്സിനും ഇവർക്കാണ് നമ്മൾ ഫങ്ഷണൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നത്. വർക്ക്ഷോപ്പ് ബേ എന്ന് പറയുന്നത് such types of industrial estates are constructed mainly for very small firms engaged in repair work. റിപ്പയർ വർക്കിനുള്ളതാണ് വർക്ക്ഷോപ്പ് ബേ എന്ന് പറയുന്നത്. ഇനി ഫ്ലാറ്റഡ് ഫാക്ടറി എസ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് മൾട്ടി സ്റ്റോറി ബിൽഡിങ്സ് കൺസ്ട്രക്റ്റഡ് ഇൻ ബിഗ് സിറ്റീസ് to provide space to industrial units manufacturing lightweight goods with the help of simple machine tools. They help to conserve space. അപ്പോൾ ഇത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് പോലെ ദാറ്റ് ഈസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ലാർജ് ബിൽഡിങ്സ് ആയിരിക്കും, മൾട്ടി സ്റ്റോറി ബിൽഡിങ്സ് ആയിരിക്കും. അതിൽ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഗുഡ്സിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഒക്കെ നമുക്കതിൽ നടത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള യൂണിറ്റ്സിനാണ് ഇത് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റും അതിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി, അതിൻ്റെ ടൈപ്സും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്താണ്, പിന്നെ അതിൻ്റെ കണ്ടിന്യൂവേഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, താങ്ക് യു.